ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി സത്യഭാമ ശാലിനിയുടെ കാല് പൂരിച്ച് കരയുന്ന ആ ഒരു സീനൊക്കെ വരാനുണ്ട് കേട്ടോ. ഇപ്പോൾ വിഷ്ണുവിനെ തള്ളി മാറ്റിയത് പോലും സത്യഭാമക്ക് വളരെ കുറ്റബോധമായി തോന്നുകയാണ്. കാരണം സത്യഭാമ ഇപ്പോൾ വിഷ്ണുവിനെ തള്ളി പറഞ്ഞിരിക്കുന്ന ശാലിനിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവിടെ പോയിരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് കേട്ടോ തൻ്റെ മകൻ ഒറ്റക്ക് നിൽക്കാനും കരുത്തോടു കൂടി നിൽക്കാനും തൻ്റെ മകനിക്ക് ആ ഒരു പ്രാപ്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് കേട്ടോ സത്യഭാമ വിഷ്ണുവിനെ അകറ്റി നിർത്തി പോയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ സത്യഭാമ ഡോക്ടറിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിയാണ്. തൻ്റെ മകന്റെ കുഞ്ഞുങ്ങളാണ് പപ്പിയും സത്യയും എന്ന് അറിയുമ്പോൾ പപ്പിയും സത്യയും കാണാൻ വേണ്ടി സത്യഭാമ പോകുന്ന ആ ഒരു സീനൊക്കെ പറഞ്ഞല്ലോ. പിന്നീട് സത്യഭാമ കുറ്റബോധം താങ്ങാനാവാതെ ചെന്നുപെടുന്നത് ശാലിനിക്ക് മുന്നിൽ തന്നെയാണ് കേട്ടോ. ആകെ പരിസരം നിറഞ്ഞ് സത്യഭാമ പെരുവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയം സത്യഭാമ ചെന്ന് വീഴുന്നത് ശാലിനിയുടെ കാറിന് മുന്നിലാണ്. ഇതേ സമയം രാമേട്ട അതാര് എന്ന് ചോദിച്ചിട്ട് ശാലിനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച സത്യഭാമയായിരിക്കും കേട്ടോ. സത്യഭാമ ഇങ്ങനെ വണ്ടിയുടെ മുന്നിൽ വീണ് കിടക്കുന്ന ആ ഒരു രംഗമായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ ശാലിനി ഓടി വന്ന് സത്യാമ്മയെ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മയെ അങ്ങ് വിളിക്കാൻ കേട്ടോ. അപ്പൊ ആ ഒരു വിളിക്കുമ്പോഴും കൂടി ശാലിനി ഉള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു തന്നെ തള്ളി മാറ്റും, നീ എന്നെ തൊട്ടു പോരുത് എന്ന് പറയായിരിക്കും എന്നൊക്കെ അങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. ഇതേ സമയം സത്യഭാമ ശാലിനിക്ക് കയ്യിൽ അങ്ങ് കിടക്കുമ്പോൾ കരഞ്ഞും കൊണ്ട് ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. വളരെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ ശാലിനി ഇങ്ങനെ നോക്കണം കേട്ടോ. അതേസമയം സത്യാമ്മ എന്താണ് ഈ നടു റോഡിലൂടെ ഇങ്ങനെ പരിസരബോധമില്ലാതെ നടക്കുന്ന രാമേട്ടൻ എല്ലായിരുന്നെങ്കിൽ സത്യാമ്മ ഇപ്പൊ വണ്ടിക്കരിയിൽ അങ്ങ് അകപ്പെട്ടിരുന്നില്ലേ എന്ന് പറയുമ്പോൾ സത്യാമ്മ മിണ്ടുന്നില്ല കേട്ടോ. ആ സമയം ശാലിനിക്ക് പേടിയാവുകയാണ്. സത്യാമ്മ എന്ത് പറ്റി സത്യാമ്മ എന്താ ഒന്നും മിണ്ടാത്തെന്ന് പറയാം കേട്ടോ. ഈ സമയം സത്യഭാമ പറയാന് ഈ വണ്ടിക്കടയിൽ ഞാൻ അങ്ങ് കിടന്ന് ചാവുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോ എന്റെ ജീവിതം അങ്ങ് കഴിഞ്ഞിരുന്നു, എനിക്ക് വയ്യ മോളെ എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ശാലിനി ഒന്ന് ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, എന്താണിത് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന ഒരു തോടുകൂടി ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കട്ടെ. അപ്പൊ സത്യാമ്മ വേഗം വാ എന്ന് പറഞ്ഞിട്ട് അനു ഇവരെന്ന് താങ്ങാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യാമ്മയെ താങ്ങി പിടിച്ച് കാറിലോട്ട് ഇരുത്താണ് കേട്ടോ. പിന്നീട് സത്യാമ്മക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. എന്തൊരു കോലമാണ് സത്യാമ്മ എവിടുന്നായി വരുന്നത്, എന്താണ് സത്യാമ്മക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. ആ സമയം സത്യാമ്മയാണെങ്കിലോ പൊട്ടി കരയാണ്. ഈശ്വര, എനിക്ക് ഇവളോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ആ ഭാവത്തിൽ ആ സമയം അനുപല്ലവി രാമേട്ടനെ ഇങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ ശാലിനി പറയാണ്, നിങ്ങൾ പോയിക്കോളൂ എന്ന് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. ഇതേസമയം അവർ കാറിന്റെ മുന്നിലോട്ട് അങ്ങ് പോവാണ്. പിന്നീട് സത്യാമ്മ എന്തിനാ സത്യാമ്മ ഈ നട റൂട്ടിലൂടെ ഇങ്ങനെ ഒരു തനിയെ നടക്കുന്ന, സത്യാമ്മക്ക് VP-യുടെ വേരിയേഷൻ ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ബോധം വിട്ട് കഴിഞ്ഞാൽ ആരാണ് സത്യാമ്മയെ നോക്കാനുണ്ടാവുക, ആരെ അറിയുക, പഴയതുപോലെ അല്ലല്ലോ എന്നൊക്കെയാണ് സത്യഭാമയോട് പറയുമ്പോൾ ഉടൻ തന്നെ സത്യാമ്മ പറയാണ്, മോളെ ഞാൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഞാൻ തന്നെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. സത്യാമ്മ എന്ത് പാപം ചെയ്തു എന്നാ പറഞ്ഞ സത്യാമ്മ ഒരു പാപവും ചെയ്തില്ലേ, നിന്നോട് ഞാൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തില്ല മോളെ. അത് കേൾക്കുന്ന ശാലിനി ഒന്ന് ഞെട്ടിപ്പോവാനിട്ട. ഇത് സത്യാമ്മ തന്നെയാണോ തന്നോട് ഈ സംസാരിക്കുന്ന എന്ന ഭാവത്തിൽ ശാലിനി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനിട്ടോ. ഉടൻ തന്നെ സത്യാമ്മക്ക് എന്താ പറ്റിയത്, എന്തിനാ സത്യാമ്മ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ ഞാൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തു, ആ ക്രൂരതകൾക്കുള്ള ആ ഒരു തിരിച്ചടി എനിക്ക് കിട്ടിയല്ലേ പറ്റുള്ളൂ, എന്റെ മോളുടെയും എന്റെ മോന്റെയും ജീവിതം തകർത്ത് ഈ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ ശാലിനി ആകെ ഞെട്ടി നിൽക്കാനിട്ടോ. സത്യാമ്മയെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ ഉടനെ അങ്ങനെയൊക്കെ ഉണ്ട് മോളെ, സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, ഡോക്ടറിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അത് കേൾക്കുന്ന ശാലിനി സത്യാമ്മയെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആ കൈകൾ പെട്ടെന്ന് അങ്ങ് വേറിടാനിട്ട. എന്നിട്ട് പേടിയോടുകൂടി സത്യാമ്മ ഇങ്ങനെ നോക്കുകയാണ്. തനിക്ക് എന്താണ് ഇവിടെ സംഭവിക്കുക എന്നറിയാതെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനിട്ട. ഇതേ സമയം സത്യാമ്മ പറയണേ, എന്തിനാ മോളെ നീ എന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചത്, നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ എന്റെ കുഞ്ഞുങ്ങളാണ് ആ രണ്ടുപേരെന്ന്, സത്യയും പപ്പിയും എന്റെ കുഞ്ഞുങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അംഗീകരിച്ചിരുന്നില്ലേ. അത് കേൾക്കുന്ന ശാലിനി സത്യാമ്മയെ ഞാനൊന്ന് പറയട്ടെ, വേണ്ട നീ ഒന്നും പറയണ്ട, ചെയ്ത തെറ്റുകളെല്ലാം ഞാനാണല്ലോ എല്ലാത്തിനും തുടക്കം കുറിച്ചത്. എന്റെ പൊട്ടത്തരത്തിൽ എന്റെ എടുത്തുചാട്ടത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. എന്റെ ഉള്ളിലുള്ള ആ ഒരു മനസ്സാക്ഷി എന്നോട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു. പക്ഷേ എൻ്റെ പൊന്നുമോളെ ഞാൻ വേണ്ടാത്തത് വിളിച്ചത് ഇന്നും എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നു. എൻ്റെ സത്യമോളെ ഞാൻ എന്തൊക്കെയാണ് അവളെ വിളിച്ചത്, സത്യമോളെ ഞാൻ പിഴച്ചു വിറ്റവളെ എന്നൊക്കെ ഞാൻ വിളിച്ചില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ നാക്ക് അറുത്തെടുക്കാൻ തോന്നുന്നു. വേണ്ട, എനിക്ക് ഈ ജീവിതം വേണ്ട, മടുത്തു എന്നൊക്കെ പറഞ്ഞ് സത്യമ്മ തൻ്റെ കവിളിൽ തന്നെ ഇങ്ങനെ അടിക്കാണ്. ആ സമയം ശാലിനി പറയുന്നുണ്ട്, സത്യമ്മ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, അടങ്ങ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യമ്മ പറയും, മതി മോളെ എനിക്ക് ജീവിതം മടുത്തു. ഇല്ല സത്യമ്മ ഇനിയാണ് ജീവിക്കേണ്ടത്, സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ മോളെ, ഈ
അമ്മയോട് നീ മാപ്പ് തരില്ലേ? ഒരുപാട് സഹായങ്ങൾ നീ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. രാഘവേട്ട എപ്പോഴും പറയും നീയും ശാരദാമ്മയൊക്കെ നന്മയുള്ള മനസ്സാണ്, പക്ഷെ ദുഷിച്ച മനസ്സ് എന്റേതായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പെരുവഴിയിൽ താമസിക്കേണ്ട അവസ്ഥ പോലും എനിക്കിടയിലായത്. അതുകൊണ്ട് മോളെ നീ എന്നോട് മാപ്പ് തരില്ലേ? എൻ്റെ പൊന്നുമോള് എത്ര ഞാൻ ദ്രോഹിച്ചിട്ടും എൻ്റെ മോൾക്ക് എന്നോട് ഒരു വെറുപ്പില്ലാതെ എൻ്റെ പേര് എൻ്റെ കുഞ്ഞിനിട്ടില്ലേ സത്യാമ്മ എന്ന് നീ ഇട്ടില്ലേ? ഇത് എന്താ ഞാൻ പറയേണ്ടത് മോളെ? സത്യഭാമ എന്ന് നീ ഇട്ടില്ലേ? അതിലൊക്കെ ഞാൻ നിന്റെ സ്നേഹം മനസ്സിലാക്കുന്നു. ഞാൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഈശ്വരൻ ഞാൻ എവിടെ കൊണ്ട് കഴുകി കളയും. എൻ്റെ മോളെ നീ എന്നോട് ക്ഷമിക്കില്ല. ഞാൻ നിന്റെ കാൽ തൊട്ട് ഒന്ന് മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കാൽക്കൽ വീഴുമ്പോൾ അനുപല്ലവിയും രാമേട്ടനൊക്കെ അങ്ങ് ഞെട്ടി നിൽക്കണിട്ടോ. സത്യഭാമ തന്നെ എവിടെ ഇടിഞ്ഞു വീണാലും തൻ്റെ ആ ഈഗോ വിടാത്ത ആ ആള് ഇപ്പോ മുന്നിൽ കാണിക്കുന്നത് കാണുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടി നിൽക്കണിട്ടോ. ഇതേ സമയം സത്യമ്മ എന്തീ കാണിക്കുന്നത്? ഒരു പെരുവഴിയിലാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. സത്യമ്മ വണ്ടിയിലോട്ട് കയറിയേ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ മോളെ എൻ്റെ തെറ്റ് ഇനി എനിക്ക് തിരുത്തണം, എൻ്റെ തെറ്റ് തിരുത്തി ജീവിക്കണം. നീയും വിഷ്ണുവും ഇനി ഒരുമിച്ച് ജീവിക്കണം. എൻ്റെ പേരക്കുട്ടികളെ എനിക്ക് വേണം. ശ്യാമക്ക് രോഹിത്തിനെ നേടിക്കൊടുക്കണം. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. ഈ അമ്മ ഒരു നല്ലൊരു കുടുംബിനിയായി മക്കളുടെ ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കും. ഇനി ആരുടെയും ജീവിതം ഞാൻ തകർക്കില്ല, ആരുടെയും മേൽ ഞാൻ ഒന്നും അടിച്ചമർത്തില്ല. ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ എൻ്റെ പേരക്കുട്ടിയെ വിളിച്ച വാക്ക് ഇന്നും എൻ്റെ നാവ് ഈശ്വര, എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്തൊക്കെയാണ് വിളിച്ചത്? എൻ്റെ രക്തത്തിൽ പറയുന്ന കുഞ്ഞായിരുന്നു സത്യയും പാപ്പിയും. പക്ഷെ അത് ഞാൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. മഹാപാപിയാണ് ഈ പാപിയാണ് ഈ പാപങ്ങളെല്ലാം എവിടെ കൊണ്ട് ഒഴുക്കി കളയ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് തലതല്ലി സത്യാമ്മ വീണ്ടും കരയുമ്പോൾ സത്യാമ്മ എന്തേ കാണിക്കുന്നത്? ചെയ്തതെല്ലാം ചെയ്തു. എന്തായാലും സത്യാമ്മ തെറ്റ് തിരിച്ചറിഞ്ഞു എന്നുള്ള സത്യം തന്നെ. ഇനിയാണ് എൻ്റെ മക്കളുടെ ജീവിതം ഞാൻ തന്നെ കൈപിടിച്ചു. നിന്റെയും വിഷ്ണുവിന്റെയും താലികെട്ട് നടത്തി നിങ്ങൾ രണ്ടാളും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പാടെ കൂടി ഒരുമിച്ച് നമുക്ക് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമയോട് ശാലിനി സത്യമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോളെ നീ ഒന്നും പറയണ്ട, ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം ദുഷ്ടതരമായിരുന്നു, എന്നാൽ ഇനി ഞാൻ ചെയ്യില്ല. എൻ്റെ മകനെ ജീവിതം ഇല്ലാതാക്കിയതും നിന്റെ ജീവിതം തകർത്തതും എൻ്റെ പേരക്കുട്ടികൾക്ക് അവളുടെ അച്ഛനെ അമ്മയുടെ ഒക്കെ സ്നേഹം നഷ്ടപ്പെടും എൻ്റെ എടുത്തുചാട്ടത്തിന്റെ പേരിലാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാൻ പറ്റിയ ഒരു അമ്മയായിരുന്നെങ്കിൽ ഇന്നെങ്ങനെ വന്നിരുന്നില്ല. എന്തൊരു പാപിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും സത്യഭാമ അങ്ങനെ പൊട്ടിക്കരയാനേട്ടാ. അങ്ങനെ ശാലിനിയുടെ കാൽക്കൽ വീണ് കരഞ്ഞും കൊണ്ട് സത്യാമ്മ ചെയ്ത ആ ഒരു തെറ്റ് സത്യഭാമ തന്നെ തിരുത്തുന്നുണ്ട്. പക്ഷെ ചെയ്തതെല്ലാം ചെയ്തത് തന്നെയാണല്ലോ. വാക്കിൽ നിന്നും പോയ ആ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് സത്യഭാമ സദാസമയം ശാലിനിക്ക് മുന്നിൽ പറയും. അങ്ങനെ ശാലിനിക്ക് അടിമപ്പണി ചെയ്യുന്നത് പോലെ സത്യഭാമ പലതും ചെയ്യുമ്പോൾ ശാലിനി പറയും വേണ്ട സത്യാമ്മ നിങ്ങൾ ചെയ്യരുത്, അതിനുള്ള പ്രായമൊക്കെ വിട്ടുപോയെന്ന് പറയുമ്പോൾ ഇല്ല, അങ്ങനെയെങ്കിലും എൻ്റെ പാപങ്ങൾ എനിക്ക് എന്നിൽ നിന്ന് എൻ്റെ മനസ്സാക്ഷിയോട് അത് കഴുകിക്കളയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ ആരും എന്നെ ഒരു വേലക്കാരിയാക്കുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ചുള്ള ആ ഒരു ജീവിതം ഇനി തുടരുകയാണ്. എന്നാൽ ഈ സമയം വിഷ്ണു ഇനി നല്ല മുന്നോട്ട് തന്നെ നീങ്ങും. വിഷ്ണു ആ വീട് തന്നെ തിരിച്ചെടുക്കുന്ന ആ രംഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ. അപ്പൊ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ.